ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഗപ്പികൾക്ക് ഒരു അടിപൊളി മൊയിന ബിരിയാണിയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനകത്ത് മൊയിന മാത്രമല്ല, മൊയിനോടൊപ്പം തന്നെ കൊതുകിൻ്റെ കൂത്താടി ഉണ്ട്, പിന്നെ അതുപോലെ ബ്ലഡ് ബേംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മൂന്നും കൂടി ചേർത്ത് ഒരു അടിപൊളി മിക്സ്ഡ് ആയിട്ടാണ് ഇന്ന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം നമ്മുടെ മൊയിന ടാങ്കിൽ ഇതുപോലത്തെ കൊതുകിൻ്റെ കൂത്താടിയെ കളക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മൊയിന ക്രാഷ് ആയി പോകാനുള്ള ചാൻസ് കുറവായിരിക്കും കേട്ടോ. ഒരുപാട് കൊതുകിൻ്റെ കൂത്താടി ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊയിന ക്രാഷ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ ഞാനിവിടെ നമുക്ക് ഗപ്പികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഇടുന്ന ആ ഒരു പാത്രം നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാഴ്ച മുന്നേ വാങ്ങിയ സ്പൈറലിന ഫ്ലേക്സ് കാണാൻ ഇടയായിട്ട്, അപ്പോൾ ഞാൻ കൊറിയൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത്. 25 രൂപ കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടി വാങ്ങി നോക്കിയതാണ്. ഞാൻ അന്നൊരു ദിവസം ഫീഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഗപ്പികൾ കഴിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു പൊടി പോലെ പൗഡർ രൂപത്തേക്ക് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്ലേക്സ് പോലത്തെ ഫുഡൊക്കെ നമ്മൾ നല്ല രീതിക്ക് എയർ ടൈറ്റായി അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് നല്ല രീതിക്ക് അടച്ചു വെച്ചതാണ്, എന്നിട്ടും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഫുഡ് നമ്മുടെ ഗപ്പികൾ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.